നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖമയ്യോ കൃതാന്തനിഹ പിമ്പേ നടന്നു മമ എത്തുന്നു ദർദുരമുരത്തോടെ പിമ്പയൊരു സർപ്പം കണക്കെ ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ ഹരിനാമകീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 53-ാം പദ്യം. മമതാബദ്ധനായി ഉഴലുന്ന മനുഷ്യന് അമൃതത്വം ഭരിക്കാനോ കഴിയുന്നില്ല. മാത്രമല്ല സ്വന്തമായി കരുതുന്ന സകലതിൽ നിന്നും അവനെ വേർപെടുത്തുന്ന കരാളമായ മരണം തവളയെ വിഴുങ്ങാൻ സർപ്പമെന്ന പോലെ സദാ അവനെ പിന്തുടരുകയും ചെയ്യുന്നു. ഈ ദയനീയ സ്ഥിതിയാണ് ഭാവനാമയമായി ആചാര്യൻ അടുത്ത പദ്യത്തിൽ ചിത്രീകരിക്കുന്നത്. ഭക്ഷിപ്പതിന് ഗുഹ പോലെ പിളർന്ന് മുഖമയ്യോ കൃത്യാന്തനിഹ പിൻപേ നടന്നു മമ എത്തുന്ന ദുർദുരമുരത്തോടെ പിൻപെയൊരു സർപ്പം കണക്കെ ഹരി നാരായണായ നമഃ. എത്തുന്ന ദർദുരം, ആഹാരത്തിനായി പലതും തിരഞ്ഞു നടക്കുന്ന തവളയുടെ പിന്നാലെ ഊറ്റത്തോടെ ഒരു സർപ്പം കണക്കെ ഒരു പാമ്പ് പാഞ്ഞു വരുന്നത് പോലെ ഇഹ ഇവിടെ കൃതാന്തൻ മൃത്യു ഗുഹ പോലെ മുഖം പിളർന്ന് ഒരു ഗുഹയുടെ വലിപ്പത്തിൽ വായും പൊളിച്ച് ഭക്ഷിപ്പതിന് വിഴുങ്ങുന്നതിന് മമ പിൻപേ എൻ്റെ പിന്നാലെ നടന്നടുക്കുന്നു. അയ്യോ കഷ്ടം. നാരായണായ നമഃ. നാരായണന് നമസ്കാരം. ആഹാരത്തിന് തിരഞ്ഞു നടക്കുന്ന തവളയുടെ പിന്നാലെ ഊറ്റത്തോടെ ഒരു സർപ്പം പാഞ്ഞു വരുന്നത് പോലെ ഇവിടെ മൃത്യു ഗുഹയുടെ വലിപ്പത്തിൽ വായും പൊളിച്ച് വിഴുങ്ങുന്നതിന് എൻ്റെ പിന്നാലെ നടന്നടുക്കുന്നു. കഷ്ടം. നാരായണന് നമസ്കാരം. മരണവും ആത്മസാക്ഷാത്കാരവും. ഭൗതികമായി മനുഷ്യൻ എന്തൊക്കെ നേടിയാലും അവയെല്ലാം മരണം ഒരു നിമിഷം കൊണ്ട് അപഹരിച്ചു കളയും. അങ്ങനെയുള്ള മരണം ആർക്ക് എപ്പോൾ എവിടെ വെച്ച് സംഭവിക്കും എന്ന് തീർച്ചപ്പെടുത്താനും വയ്യ. തവളയെ സർപ്പമെന്ന പോലെ മനുഷ്യനെ മരണം സദാ പിന്തുടരുന്നു. അതുകൊണ്ട് മരണത്തിന് അപഹരിക്കാൻ കഴിയാത്ത ശാശ്വതമായ ആത്മസത്യം കണ്ടെത്തുന്നവൻ മാത്രമാണ് ജീവിതത്തിൽ ധന്യൻ. വിവേകമുള്ളവൻ സദാ അതിനുവേണ്ടി യത്നിക്കേണ്ടതാണ്. മരണം സദാ പിന്തുടരുന്ന മനുഷ്യൻ്റെ ചിത്രം എഴുത്തച്ഛൻ രാമായണത്തിലും ചിത്രീകരിച്ചിട്ടുണ്ട്. രാമാഭിഷേകം മുടങ്ങിയതിൽ ക്രോധാവിഷ്ടനായെത്തിയ ലക്ഷ്മണനോട് രാമൻ പറയുകയാണ്, ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഒരു തവളയെ പാമ്പ് പകുതി വിഴുങ്ങിക്കഴിഞ്ഞു. ആ തവളയാകട്ടെ പാമ്പിൻ്റെ വായ്ക്കകത്തിരുന്നു കൊണ്ട് ഭക്ഷണത്തിനായി മറ്റു ചെറുപ്രാണികളെ പിടിക്കുന്നു. അതുപോലെയാണ് മരണം. ദിവസേന വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ മരണത്തിൻ്റെ വായ്ക്കകത്തിരുന്നു കൊണ്ട് നൈമിഷികങ്ങളായ ലോകഭോഗങ്ങൾക്കായി അലയുന്നത്. അവിദ്യാജന്യമായ കാമത്തിൻ്റെ ഫലമായി കർമ്മം രൂപം കൊള്ളുന്നതോടെയാണ് മനുഷ്യജന്മം ആരംഭിക്കുന്നത്. അവിദ്യാജന്യമായ കാമത്തിൻ്റെ ഫലമായി കർമ്മം രൂപം കൊള്ളുന്നതോടെയാണ് മനുഷ്യജന്മം ആരംഭിക്കുന്നത്. ദോഷമയമാണ് കർമ്മം. ഇങ്ങനെയുള്ള കർമ്മത്തിൽ നിന്നും വിമുക്തി നേടുന്നതാണ് മോക്ഷം. അതുകൊണ്ട്
ദോഷമയമായ കർമ്മത്തിൽ അകപ്പെട്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെല്ലാം പുറത്ത് സന്തോഷിക്കണമെന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്നതാണ് അടുത്ത പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗൻ